പി.സി. ജോർജ് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നൻ. കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കും രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും ഇടം വെച്ച അല്ലെങ്കിൽ അതിന് ആദ്യം തിരികൊളുത്തുന്ന നേതാവായിരിക്കും പി.സി. ജോർജ് എക്കാലത്തും കേരള രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇന്നലെ ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ ഒരു പ്രോഗ്രാമിൽ നടന്ന അദ്ദേഹം പല തുറന്നു പറച്ചിലുകളും വലിയ തരത്തിലുള്ള വിവാദത്തിലോട്ട് പോയി. അതൊരു പരിധിവരെ സത്യമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോൾ എവിടെ എന്ത് സംസാരിക്കണം എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നം എപ്പോഴും നേരിട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഈ പറഞ്ഞ പോലെ മറ്റൊരു മാധ്യമത്തോട് സംസാരിച്ചിരിക്കെ പി.സി. ജോർജ് താങ്കൾ ഏത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് ചോദിച്ചുമ്പോൾ അത് അവൻ്റെ തന്തയോട് പോയി പറയടാ എന്ന് പറഞ്ഞ വലിയൊരു മാസ് ഡയലോഗ് ഉണ്ടായിരുന്നു. അത് പിന്നീട് വലിയ തരത്തിൽ ചർച്ചാ വിഷയമായിരുന്നു. അപ്പം എക്കാലത്തും പറയുന്ന കാര്യങ്ങളിൽ വലിയ തരത്തിൽ വിവാദങ്ങളിലോട്ട് പോയി ചാടുന്ന നേതാവാണ് പി.സി. ജോർജ്. ഇപ്പോൾ പുതിയ രാഷ്ട്രീയ വിവാദം എന്നറിയപ്പെടുന്നത് അദ്ദേഹം ബി.ജെ.പിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ വിവാദങ്ങൾ എന്നറിയപ്പെടുന്നത് ഇപ്പം 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബി.ജെ.പി പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള മുന്നേറ്റമൊന്നും ഉണ്ടാക്കില്ല. ഏകദേശം 11% മാത്രമേ ഉള്ളൂ ബി.ജെ.പിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലും അത് നിയമസഭാ ഇലക്ഷനിൽ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലോക്സഭയിൽ എത്തുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ 15നും 18നും ഇടയിൽ വരുന്നൊരു സംഖ്യയിലോട്ട് എത്തും. പലപ്പോഴും 14 മുതലും ചിലപ്പോൾ 18 വരെ 16 വരെയൊക്കെ എത്താറുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു വോട്ട് ഷെയർ കിട്ടാറുണ്ടെങ്കിലും അത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഒരു വോട്ടും നേരെ മറിച്ച് കേരളത്തിലോട്ട് വരുമ്പം അത് ബി.ജെ.പി അത്തരത്തിലല്ല പെർഫോമൻസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇപ്പോഴും എ ക്ലാസ് മണ്ഡലം, ബി ക്ലാസ് മണ്ഡലം എന്നുള്ള രീതിയിൽ ബി.ജെ.പി പലപ്പോഴും തട്ടിതിരിച്ചിട്ട് തന്നെയാണ് പ്രവർത്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു ശ്രദ്ധാകേന്ദ്രം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്നറിയപ്പെടുന്ന SIR നടത്തിയപ്പോൾ കേരളത്തിലും വലിയ തരത്തിലുള്ള വോട്ട് തട്ടിപ്പോയിട്ടുണ്ടാകുമെന്നും അതിൻ്റെ ഭാഗമായി കൃത്യമായി ജയിക്കാൻ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിലും അതുപോലെ അസമിലും ഡൽഹിയിലും പല ഭാഗങ്ങളിലും ജയിച്ച പോലെ ഇവിടെയും ജയിക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അത് തിരിച്ചടിയായി. കേരളത്തിൽ അത് വലിയ തരത്തിലുള്ള ഗുണമുണ്ടായത് UDFനാണ്. ഒരുപാട് കള്ളവോട്ടുകൾ ഇല്ലാണ്ടാക്കാൻ പറ്റി എന്നുള്ളത് നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചുള്ള ഒരു മുന്നേറ്റമൊന്നും കേരളത്തിൽ ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വോട്ട് ഷെയർ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ തെക്കൻ കേരളത്തിൽ ബി.ജെ.പിക്ക് കൃത്യമായി CPMൻ്റെ വോട്ടുകൾ ക്രോഡീകരിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി ഏകദേശം 3ഓളം സീറ്റുകൾ ഇപ്പം ചാത്തന്നൂരടക്കമുള്ള 3ഓളം സീറ്റുകൾ ബി.ജെ.പിക്ക് തെക്കൻ കേരളത്തിൽ പിടിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം ഈ പറഞ്ഞ പോലെ പി.സി. ജോർജ് ഇപ്പം തുടക്കം കുറിച്ച ഏറ്റവും വലിയൊരു വിവാദം എന്നറിയപ്പെടുന്നത് 32 എ ക്ലാസ് മണ്ഡലങ്ങളാണ് ബി.ജെ.പിക്ക് കേരളത്തിലുള്ളത്. അതിൽ 32 എ ക്ലാസ് മണ്ഡലങ്ങളായി 144 കോടി രൂപയും ബാക്കി വരുന്ന 102 ബി ക്ലാസ് മണ്ഡലങ്ങളിലായി 2 കോടി രൂപയും മൊത്തം 414 കോടി രൂപയാണ് ബി.ജെ.പി കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ചെലവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ആകെ ചെലവാക്കാൻ പറ്റുന്ന തുക എന്നറിയപ്പെടുന്നത് 40 ലക്ഷം രൂപയാണ്. എന്നാൽ പി.സി. ജോർജ് പുറത്തുവിട്ട ഈ കാര്യം വലിയ തരത്തിലുള്ള കോളിളക്കം ബി.ജെ.പിക്കുള്ളിൽ ഉണ്ടാക്കി. അതൊരു സത്യമാണ്. പല രാഷ്ട്രീയ പാർട്ടിക്കാരും 40 ലക്ഷമൊന്നും അല്ല ഉണ്ടാക്കുന്നത്. അതിനപ്പുറം അവർ പല PR ഏജൻസികൾക്കും കൊടുക്കുന്നുണ്ട്. അവരുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ക്യാമ്പയിനിങ്ങിൻ്റെയും അനൗൺസ്മെൻറ്റിൻ്റെയും അടിത്തട്ടിലെ വോട്ടുകൾ മറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് ചെയ്യാറുണ്ട്. ഇത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇതാരും തുറന്ന് സമ്മതിക്കാറില്ല അല്ലെങ്കിൽ തുറന്ന് പറയാറില്ല എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ലീഗിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും CPMൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ബി.ജെ.പിയുടെ കാര്യത്തിൽ ഇവരെല്ലാവരും ചെയ്യാറുണ്ട്. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമില്ല. എല്ലാവർക്കും അറിയാം ഇത് എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പോകുമ്പോൾ രേഖകൾ കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ ഏറ്റവും ചുരുക്കി എഴുതി ചെറുതാക്കി എഴുതി എങ്ങനെയൊക്കെ ചുരുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈ കിട്ടുമ്പോൾ പലപ്പോഴും 35 ലക്ഷം രൂപ ചിലവാക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ 38 അല്ലെങ്കിൽ 40 ഇത്തരത്തിലുള്ള സാധനങ്ങളെ പലപ്പോഴും പല പാർട്ടികളും കാണിക്കാറുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പം പി.സി. ജോർജ് പരസ്യമായി തുറന്നടിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം ബി.ജെ.പിക്ക് എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് കേരളത്തിൽ അവർ അറിയപ്പെടുന്നത് ഏകദേശം 32 എ ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. ഇവിടെ 144 കോടി രൂപയാണ് ബി.ജെ.പി കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി വന്ന 102 മണ്ഡലങ്ങളിലായി ബാക്കി കോടിക്കണക്കിന് രൂപ മൊത്തം 414 രൂപയാണ് ഈ പറഞ്ഞ പോലെ ഈ ഇലക്ഷനിൽ 2024 നിയമസഭാ ഇലക്ഷനിൽ ബി.ജെ.പി ചെലവാക്കിയിട്ടുള്ളത് എന്നാണ് പി.സി. ജോർജ് ഔദ്യോഗികമായി ഇന്നലെ നടന്ന ബി.ജെ.പി പരിപാടിയിൽ പറഞ്ഞത്. അതിൻ്റെ ശബ്ദരേഖകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയം ബി.ജെ.പി കടയിൽ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ പല നേതാക്കന്മാരും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. പി.സി. ജോർജിൻ്റെ പോക്ക് നോക്കിയാൽ നമുക്ക് എക്കാലത്തും
പൂഞ്ഞാറിലെ രാഷ്ട്രീയത്തിൽ എക്കാലത്തും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ച നേതാവ് കൂടിയാണ് PC ജോർജ് എന്നറിയപ്പെടുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി പല കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച് പിന്നീട് ഏറ്റവും അവസാനം സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. അതും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏറ്റവും അവസാനം BJPയിൽ പോയി ചേരുന്നു. മകനും ഷോൺ ജോർജും PC ജോർജും BJPയിൽ പോയി ചേരുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല PC ജോർജ് പുറത്തുവിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബൂത്തിലും 31,000 രൂപയോളം നൽകി എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിൽ മാത്രമല്ല ഓരോ ബൂത്തിലും 31,000 രൂപയുണ്ട്. അതുകൊണ്ട് തന്നെ PC ജോർജ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ വിളിച്ചപ്പോൾ ഒരു മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള പൈസ കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇത് താൻ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ബൂത്ത് ഭാരവാഹികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് തന്നോട് നേരിട്ട് പറഞ്ഞത് എന്നുള്ളതും, വിളിച്ചു ചോദിച്ചപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫോണിലൂടെ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം PC ജോർജ് പറയുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ ബൂത്തിലൊന്നും BJPയുടെ 31,000 രൂപയോ 4 കോടിയോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല അദ്ദേഹം സജി കൂരിക്കാട് എന്നൊരു വ്യക്തി 3 ദിവസങ്ങൾക്ക് ശേഷമാണ് തനിക്ക് ഇത്തരത്തിലുള്ള ഫണ്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത് എന്നുള്ളതും അദ്ദേഹം തുറന്നടിച്ച് പറയുന്നുണ്ട്. ഇതിനെല്ലാത്തിനു ശേഷം PC ജോർജ് ഇപ്പോൾ വലിയ മലക്കം മറിച്ചിൽ നടത്തി എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല പറഞ്ഞത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ എന്തായാലും കൈവിട്ടു പോയി, അല്ലെങ്കിൽ BJPയുടെ കൈവിട്ടു പോയി എന്നുള്ളത് സത്യമാണ്. കാരണം ഈ ഫണ്ട് തട്ടിപ്പ് BJPക്കുള്ളിൽ ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒന്നല്ല. അത് നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് വെച്ചതിൽ, ഫോട്ടോ വെച്ചതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. BJPയുടെ കൊടി കേരളത്തിൽ കൊടുന്നതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. എന്തിനേറെ കൊടകര കുഴൽപ്പണ കേസ് നമുക്കറിയാവുന്നതാണ്. അപ്പം അത്തരത്തിൽ സുരേന്ദ്രൻ തന്നെ ചാക്ക് കണക്കിന് പൈസ തട്ടിയെന്ന് പിന്നീട് BJPയുടെ പല നേതാക്കന്മാരും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പിൽ BJPക്ക് കേരളത്തിൽ അവരുടെ വേരോട്ടത്തിന് വലിയ തരത്തിൽ പ്രശ്നം, അത് ഒന്നാമത്തെ പ്രശ്നം ഗ്രൂപ്പീസാണ്. പല നേതാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും, ശോഭാ സുരേന്ദ്രൻ്റെ ഗ്രൂപ്പ്, ബാക്കി സുരേന്ദ്രൻ മറ്റൊരു ഗ്രൂപ്പ്, മുരളീധരൻ വേറൊരു ഗ്രൂപ്പ്, രാജീവ് ചന്ദ്രശേഖരൻ, ഇവരൊന്നുമില്ലാത്ത ഇവരെല്ലാവരെയും അട്ടിമറിച്ചു കൊണ്ടുവന്ന മറ്റൊരു ഇറക്കുമതി നേതാവ്. അപ്പം ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് പൈസയുടെ ആവശ്യമില്ല. കാരണം അദ്ദേഹം ടെക്നോക്രാറ്റിക് ആണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ധാരാളമാണ്, അദ്ദേഹത്തിന് ഇതിനൊന്നും ആവശ്യമില്ല. പക്ഷേ ബാക്കി നേതാക്കന്മാർ ഇതൊക്കെ തട്ടിക്കൊണ്ടിരിക്കുന്നു. അത് BJPക്ക് വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടായി. ബാക്കി എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ്സാണ് പൊതുവെ അവരുടെ ഫണ്ട് തട്ടാറുള്ളത്. ഇപ്പം കേരളത്തിലോട്ട് വരുമ്പോൾ കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കാത്തതിൻ്റെ കാരണം ഈ പൈസയോട് വലിയ തരത്തിൽ അതിക്രമമുള്ള അല്ലെങ്കിൽ ആവേശമുള്ള നേതാക്കന്മാരെല്ലാവരും BJPയിലോട്ടാണ് പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ വലിയ തരത്തിലുള്ള പൈസയുടെ തട്ടിപ്പ് നടക്കുന്നു. അതിൻ്റെ ഒരു തുടർ ഫലം മാത്രമാണിത്. ഇതുവരെ ഉണ്ടായിരുന്നത് ഫ്ലെക്സിലും കൊടിയിലും മാത്രമാണ് അഴിമതി പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫണ്ട് തട്ടിപ്പ് ഇതിൽ മാത്രമായിരുന്നു കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ അന്വേഷിക്കാൻ വേണ്ടി പുതിയൊരു പാർട്ടിക്കുള്ളിൽ അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചായിരുന്നു. ഇപ്പം ഈ ഒരു വാർത്ത കൂടി വരുമ്പോൾ ഇത് വെട്ടിലാക്കുന്നത് BJPക്കുള്ളിലെ മാത്രമല്ല പുറത്തും, മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തെ കൂടി വെട്ടിലാക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കേന്ദ്ര നേതൃത്വമാണ് കൊടുക്കുന്നത്. കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയാണ്. അമിത്ഷായും നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ്. അവരാണ് BJPയുടെ ഇപ്പോഴത്തെ തലമുതിർന്ന നേതാക്കന്മാർ. ബാക്കി എത്രയൊക്കെ നേതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ഇവർക്ക് താഴെ മാത്രമേ ഉള്ളൂ. അപ്പം ഇവരെവിടെ നിന്നാണ് ഈ ഫണ്ട് കൊടുത്തത് എന്നുള്ളത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഫണ്ട് ചിലവാക്കിയിട്ടും എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ളത് തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി PC ജോർജിനെതിരെയോ അല്ലെങ്കിൽ BJPക്കെതിരെയോ കേസ് എടുക്കുമോ എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയാൽ തന്നെ എവിടെ എത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നടത്താൻ ഒരു ചുരുങ്ങിയ രീതിയിലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് വരുമോ എന്നുള്ളതെല്ലാം വലിയ തരത്തിൽ ആകാംക്ഷ ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം PC ജോർജിൻ്റെ ഈ ഒരു വിഷയം ഏതൊക്കെ തരത്തിലാണ് ഇനി കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് BJPക്കുള്ളിൽ അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ പുകമറയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല പ്രശ്നങ്ങളും ഇനി തല ഉയർത്തി പുറത്തു വരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.